നമ്മളുടെ ഓണപരിപാടിയായിരുന്നു കേട്ടോ. അങ്കണവാടി ടീച്ചേഴ്സും ആശാ വർക്കർമാരൊക്കെ ഉള്ള ഓണപരിപാടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ സദ്യയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പയറ് തോരൻ, മോര്, പൈനാപ്പിൾ പച്ചടി, നല്ല അച്ചാറ്, അതുപോലെ തന്നെ അടിപൊളി ചോറ്, പിന്നെ അതാ നല്ല പാലട പ്രഥമൻ പായസമാണ് കേട്ടോ. സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് അപ്പം തന്നെ കുടിക്കാൻ തന്നു കേട്ടോ അവരും. പിന്നെ നല്ല അടിപൊളി സാമ്പാറിൻ്റെ വാസന കേട്ടാൽ തന്നെ ചോറുണ്ടാ തോന്നും. പിന്നെ അവിയലും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതവിടെ പപ്പടം കാച്ചിട്ടില്ലായിരുന്നു. പപ്പടം കാച്ചാനുണ്ട്. ചക്കര വരട്ടി ഉണ്ടല്ലോ, വായക്കാപ്പൊരിയും ചക്കര വരട്ടിയൊക്കെ തരില്ല നമുക്ക് സദ്യക്ക്, അതുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കഴിക്കാനുള്ള ഇല ഇവിടെ അടിപൊളിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറ് കഴിച്ചു. അപ്പം നല്ല പരിപാടികളും തിരുവാതിരയും പിന്നെ നാടൻപാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇത് സദ്യ ഉണ്ടാക്കിയ അമ്മേനെ നമുക്കൊന്ന് പരിചയപ്പെട്ടോ. 86 വയസ്സുള്ള അമ്മ. 85 വയസ്സായിട്ടും അമ്മേൻ്റെ രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോഴും ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കണേ. ഇതേപോലെ ഒരു അമ്മനെ കിട്ടിയ നമ്മളെ ഭാഗ്യമാണ്. അമ്മേൻ്റെ കൈപുണ്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ കണ്ട വിഭവങ്ങളിലുണ്ട്. അമ്മേൻ്റെ പേരെന്താ? രുക്മിണി. വീടെവിടെ? ആ അമ്മയാണ് ആ സദ്യയുടെ കൈപുണ്യം. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വിവിധ പഞ്ചായത്തുകളിലെ ടീച്ചർമാരും ആശാവർക്കർമാരും ഉണ്ടായിരുന്നു. നമ്മുടെ MLA ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു.